ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ കുറ്റവിമുക്തനാക്കുക എന്ന് പറയാ, ഒരു കുറ്റവും ഇല്ലാത്തവനാക്കുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും കേട്ടുള്ള ഒരു കേസാണ്, we are justified by faith. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. എന്നാൽ വേറെ ഒരു വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ വേണ്ടി പോവുകയാണ്. അത് രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. രണ്ടാമത് പിന്നെ വായിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. ഈ രണ്ട് വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം, ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. മതി. കർത്താവേ, ഞങ്ങൾ ആ പൊന്നുപാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. കാൽവരിയിലൂടെ ഞങ്ങളിലേക്ക് കടന്നു വന്നതായ ആ ദൈവനീതിയുടെ ആഴത്തിലേക്ക് മുങ്ങിയെന്നുവാൻ ഇത് ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ഒരുക്കുമാറാകണം. അതിനുവേണ്ടി അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് പകർന്നിറങ്ങുമാറാകുന്നതാണ്. ഞങ്ങളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തുന്നു. ഇത് മറ്റെല്ലാവരെയും പേര് വരാനിരിക്കും. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതി അല്ല. അതൊന്നാമത്തെ. രണ്ട്, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. ഞാൻ വളരെ അതിന്റെ ആ ഏറ്റവും ലോ ലെവലിലേക്ക് വന്നുകൊണ്ട് നമ്മളിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനു മുമ്പായി ഞാൻ ഒരു വാക്യം എന്നെ കുറിച്ച് പരിചയപ്പെടുന്നു. ഞാനൊരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട കുട്ടിയാണ്. എൻ്റെ അപ്പച്ചനും എല്ലാവരും ഞങ്ങൾ അങ്ങനെ ആ ഒരു നിലയിൽ വളർന്നുകൊണ്ട് വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവിന്റെ വചനത്തിന്റെ ആ സത്യം എൻ്റെ ഉള്ളിൽ വീഴാനായി. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് യേശു ക്രിസ്തുവിലൂടെ കടന്നു വന്നതായ ആ രക്ഷയെക്കുറിച്ചും അതിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കർത്താവിൻ്റെ മനസ്സിനകത്ത് നൽകുന്നു. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്ന് ഞാൻ തിരിച്ചൊരു പ്രാവശ്യം പുറകോട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ അതൊരു വലിയ അത്ഭുതമായിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, അത് എങ്ങനെ സംഭവിച്ചു? എനിക്ക് എങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് എങ്ങനെ കിട്ടി? ഞാൻ പലപ്പോഴും ചിന്തിച്ച് ഞാൻ കർത്താവിന് നന്ദി പറയാം. ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും പലരും നമ്മളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിലുള്ളതായ കർത്താവിന്റെ പദ്ധതിയെ നമുക്ക് ഗ്രഹിപ്പാൻ പറ്റുന്ന ഓരോ മുഖാന്തരങ്ങൾ ദൈവം നൽകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിന്റെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടവനായി. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മുസ്ലിമിന്റെ കുടുംബത്തിലാണെങ്കിലും ഹിന്ദുവിന്റെ കുടുംബത്തിലാണെങ്കിലും ഒരാളെ അതേ പ്രഷറായിരുന്നു എനിക്ക് വീട്ടിലുണ്ടായത്. എങ്കിലും എൻ്റെ ശാന്തമായ ആ അന്തരീക്ഷത്തിനകത്ത് ഞാൻ കർത്താവിനെ കൂടുതൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ അനുഭവിക്കുവാൻ, വചനം കൂടുതൽ വ്യക്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമായി വരാൻ, ചുമ്മാ ഒരു പുറത്തുള്ള പറയുന്നില്ല, റിയൽ ആ ദൈവസ്നേഹം നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റും. അത് ഞാൻ ഇന്നത്തെ പോലെ ചിന്തിക്കുന്നുണ്ട്. എന്തൊക്കെ രക്ഷിക്കപ്പെടുന്ന ആ സാഹചര്യങ്ങളിൽ കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധം എത്ര ശ്രേഷ്ഠമായിരുന്നു. ഞാൻ സംസാരിക്കുന്ന കർത്താവ് കേൾക്കുന്നു, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം അതുപോലെയുള്ള ഒരു ബന്ധത്തിലാണ് കർത്താവ് പിടിച്ച് നിർത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം ചുരുക്കമായി പറയട്ടെ, ഏതാണ്ട് ഒരു 4-6 മാസത്തോളം ഞാൻ വീട്ടിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യാനിടയായി. ആ സമയത്തെല്ലാം ഞാൻ വചനം വായിക്കാനിടയായി. ഒന്നും ശരിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്ക് ലേഖനം
അതേ ഞാൻ ഒരു അനുഭവം മാത്രം പറഞ്ഞിരിക്കുകയാണ്. അതേ പറഞ്ഞു അറുത്ത് ഭക്ഷിക്കണമെന്നല്ലേ ദൈവപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വാക്യം 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അറുത്ത് ഭക്ഷിക്കണം. അപ്പോൾ വീട്ടിലൊക്കെ വല്ലപ്പോൾ കോഴിയൊക്കെ കൊണ്ടു വന്നു. കോഴിക്കോ അറുത്ത് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ വീട്ടിൽ ആരോ ഒരു ഗസ്റ്റ് വന്നപ്പോൾ അമ്മച്ചിയൊക്കെ ഞങ്ങളൊക്കെ ഞാൻ ഈ വചനം എൻ്റെ ഉള്ളിൽ എൻ്റെ തട്ടി ഞാൻ അമ്മ കറി വെച്ച് കോഴി വരുന്നത് ഞാൻ എനിക്ക് വേണ്ടത് പറഞ്ഞു. എന്നാണ് ചോദിച്ചു വചനം പറയുന്നത് അറുത്ത് ഭക്ഷിക്കണമെന്നാണ്, ഇത് അറുത്തതല്ലെന്ന്. ഞാനത് ചിന്തിക്കുകയായിരുന്നു. അയ്യോ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ അത് കൂടാതിരിക്കുന്നത് ആ വിശ്വാസം തന്നെ ആ ചൊരുക്ക് ഒരുപാട് ഇരിക്കുന്നു. അത് കൂടുതൽ ഇതും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ താല്പര്യം ഇത്രയേ ഉള്ളൂ. അന്ന് ആ വചനം കേട്ട് അതിൻ്റെ ആഴമൊന്നും നമ്മൾ അറിയുന്നില്ല. അതുപോലെ ഭക്ഷിക്കുന്ന എടുക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പ്രകൃതമായിരുന്നു. 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വളരെ പ്രാർത്ഥനാപരമായി കർത്താവ് ഒരു വഴി തുറന്നു. ബൈബിൾ സ്കൂളിൽ പഠിക്കും. പിന്നെ എനിക്ക് വചനം പഠിക്കുന്നതല്ല വേറെ അങ്ങനെ ആക്കി തുടങ്ങുന്നു. ഞാൻ 4 വർഷം ഫെയ്ത്തിയോളജി 4 വർഷത്തിന് മുമ്പ് റാമിയിൽ ഞാനൊരു 6 മാസത്തെ ബൈബിൾ സ്കൂൾ പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പണക്കാലയിൽ 4 വർഷം പഠിക്കുക. അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. എൻ്റെ 22ാമത്തെ വയസ്സിൽ BCH പാസ്സായി ഞാൻ വെളിയിൽ. ആ കാലഘട്ടമൊക്കെ ഭയങ്കര ഞെരുക്കമായിരുന്നു. വീട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല. വിശ്വാസത്താൽ മാത്രം ഉള്ള ജീവിതമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മൾ ചില സമയത്തൊക്കെ എന്ത് ചെയ്യും? അവൻ നമ്മളെ പരിശോധിക്കും, പരീക്ഷിക്കുകയില്ല, പരിശോധിക്കുന്ന. അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ തക്കണം കർത്താവ്. അങ്ങനെ എൻ്റെ 4 വർഷത്തെ പഠനം കഴിഞ്ഞ ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ന്യൂഡൽഹിയിലേക്ക്. കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഭാഷ ഹിന്ദിയാണ്. വിശ്വാസത്തിന്റെ ഒരു കാൽവെപ്പായിരുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത് ദൈവം നമുക്ക് വേണ്ടി തരുന്ന പല അവസരങ്ങളും അതിന്റെ നിലയിൽ നമ്മൾ ഉപയോഗിക്കാതെ എന്നുള്ളതാണ്. വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം. അങ്ങനെ അത് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയട്ടെ. 3.5 വർഷക്കാലം ഞാൻ അവിടെ എന്ത് ചെയ്തു? അവിടുത്തെ പാസ്റ്ററായി, ചർച്ചിലെ പാസ്റ്ററായി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അമേരിക്കയിൽ പോയി വന്നതിന് ശേഷം അതാണ് 2-3 മാസത്തെ വ്യത്യാസം. ഞാനൊരു കാര്യം പറയട്ടെ. വചനത്തിന്റെ ചില സത്യങ്ങൾ നമ്മുടെ ആത്മാവിൽ നമുക്ക് തിരിച്ചറിയാം. ബൈബിൾ സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ടല്ല അറിയുന്നത്. ഞാൻ പെന്തക്കോസ്ത് കുടുംബം അല്ലെങ്കിൽ ആയിരിക്കും പറഞ്ഞുള്ളത്. വചനത്തെ നമ്മൾ ആ ഒരു നിഷ്പക്ഷമായ കണ്ണോടുകൂടി നമ്മൾ അതിനെ കാണാൻ നമ്മൾ പഠിക്കണം. ഇവിടെ പൗലോസ് പറയുകയാണ്. എന്താണ് പൗലോസ് പറയുന്നത്? ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതി അല്ല. ഒന്നുകൂടെ വാക്യം നമ്മൾ വായിച്ച് സത്യത്തിൽ വായിക്കണം. നമ്മൾ പെട്ടെന്ന് വായിച്ചു പോയാൽ നമുക്ക് എന്റെ ആ രഹസ്യം ചെയ്യുന്നത് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. എന്താണ് ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതി? വാക്യം വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം തന്നെ നമുക്ക് ഉത്തരം കൂടെ പറയാം. വാക്യം തന്നെ ഉത്തരം കൊടുത്താൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ഒരു. എന്താണ് പൗലോസ് പറഞ്ഞു വരുന്നത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ. ഞാൻ ഒരു ചെറുതായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 2 രീതിയിലുള്ളതായ നീതീകരണമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ നീതിമാൻ മനമറ തലയ്ക്കുന്നു പറഞ്ഞല്ലോ. അതുകൊണ്ട് ബന്ധത്തോട് ചേർന്നതുകൊണ്ട് തന്നെ പറയുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. അതൊരു നീതിയാണ്, നമ്മൾ പഠിക്കണം. അവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും നമുക്കത് എന്താണെന്ന് ഗ്രഹിക്കാൻ. ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും
ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇനി നമ്മൾ എന്താണ് ന്യായപ്രമാണം? എന്താണ് ന്യായപ്രമാണം? ന്യായപ്രമാണം ആര് മുഖാന്തരമാണ് വന്നത്? മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു വരുന്നു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നിട്ടുള്ളത്. രണ്ട് ഇതുണ്ട്. അതിന്റെ ഒന്നാമത്തേതാണ് നമ്മുടെ ന്യായപ്രമാണം. അപ്പൊ ഈ ന്യായപ്രമാണം ദൈവം മോശ മുഖാന്തരം കൊടുത്തത് എവിടെ വെച്ചാണ്? സീനായി മലയുടെ താഴ്വരയിൽ വെച്ചാണ് ദൈവം. അപ്പൊ അതിന് മുൻപായിട്ട് എന്തോ ഒരു പ്രധാന കാര്യം നടന്നിരുന്നു. അതിലേക്ക് ചരിത്രത്തിന്റെ പുറകിലൂടെ നമ്മൾ അല്പം കൂടെ കടന്നു പോകുമ്പോൾ ദൈവം അബ്രഹാമിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പുസ്തകം മുഴുവൻ നമ്മൾ പഠിച്ചു വരുമ്പോൾ ആദ്യത്തെ അബ്രഹാമിനെ നമ്മൾ ആദ്യം കാണുന്ന ചാപ്റ്റർ എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അബ്രഹാമിനെ ആദ്യം കാണുന്ന ചാപ്റ്റർ ഏത് ചാപ്റ്ററിലാണ്? നിങ്ങൾക്കറിയുന്നില്ലേ? പഠിപ്പിച്ചു കൊടുക്കണം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം തൊട്ടാണ് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ 1 തുടങ്ങി ഈ 10 വരെയുള്ള അധ്യായങ്ങളിൽ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു 2000 വർഷത്തെ ചരിത്രമാണ് അതിനകത്ത്. എന്നാൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ദൈവം റോമലേഖനം 4-ാം അധ്യായത്തോട് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുള്ളൂ. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത് എങ്ങനെ? 4-ാം അധ്യായം റോമലേഖനം 4-ാം അധ്യായം പറയാം. അബ്രഹാം പ്രവൃത്തിയോടുകൂടെയാണോ നീതീകരിക്കപ്പെട്ടത്, അതോ അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റവിമുക്തനായത് വിശ്വാസത്താലാണോ? റോമലേഖകൻ പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. ഒരു കാര്യം കണക്കിനോട് ചോദിക്കുകയാണ്. സ്തോത്രം. ദൈവം അബ്രഹാമിനെ വിശ്വസിക്കാൻ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യം എന്താണ്? ദൈവം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചെന്ന് പറയുന്നത് എന്താ വിശ്വസിച്ചത്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ദൈവം അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ട് പറയുകയാണ് അബ്രഹാം പോലും എന്ത് ചെയ്തിരിക്കുന്നു? അബ്രഹാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ആര് പറഞ്ഞത്? അബ്രഹാം കേട്ടത്. ആ കേട്ടതാണ് അബ്രഹാം എന്ത് ചെയ്തത്? വിശ്വസിച്ചത്. അത് എന്തായിരുന്നു? പ്രവൃത്തിയാലല്ല, വിശ്വസിച്ചത് കൊണ്ടാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. എന്ത് ചെയ്തു? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം അത് എന്ത് ചെയ്തു? അത് ദൈവത്തിന്റെ സന്നിധിയിൽ എന്തായി തീർന്നു? എന്നാൽ ആ കാലഘട്ടം അങ്ങനെയുള്ള ആ കാലഘട്ടം അതൊരു ഉടമ്പടി എന്നാണ് പറയുന്നത്. അബ്രഹാമിക് കവനന്റ് എന്ന് പറയുന്നത്. ആ കവനന്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട്, അബീബ് മാസം 1-ാം തീയതി ഒരാടിനെ വേർതിരിക്കണം. അതിനെ എന്ത് ചെയ്യണം? അറുക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് അതിനെ അറുക്കണം. ആ വീടിന്റെ മുഴുവൻ ഉണ്ടായിരിക്കണം. അതിനെ ചുടണം. കൈപ്പിരിയോടുകൂടെ എന്നൊക്കെയുള്ള നിയമം കൊടുത്തതിന് ശേഷം ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്തു? അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ചെങ്കടലിന്റെ അടുത്ത് വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് കടന്നു വരുന്നു. ഇങ്ങനെ കടന്നു വരുന്നതായ ആ പഴയ നിയമ ചരിത്രത്തിനകത്ത് നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിലപ്പെട്ട സത്യമുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്നത് ഏത് നിയമത്തിലായിരുന്നു? അബ്രഹാമിക് കവനന്റിലായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം മോശ മുഖാന്തരം ഈ ജനത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം പറയുകയാണ്, പറയുന്നത് 40 ആണ്ട് ഈ ജനത്തോട് എനിക്ക് നീരസമുണ്ടായി. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും ഇവർക്ക് എന്ത് ചെയ്തില്ല? മനസ്സില്ല. അവർക്ക് വിശ്വസിക്കാനേ മനസ്സില്ല. പിന്നെ എന്താണ്? അവർ പ്രവൃത്തിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇവർക്ക് പ്രവർത്തിച്ച് നീതീകരിക്കാനുള്ളതായ ഭാഗ്യം ഇവർ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് 10 കൽപ്പന വെച്ചു. നീ ഞങ്ങളോട് എന്ത് പറഞ്ഞാലും ഞങ്ങൾ എന്ത് ചെയ്തോളാം, അതനുസരിച്ചോളാം. പറഞ്ഞില്ല, പറയുന്നതിന് മുമ്പേ ഇവര് പറഞ്ഞത് എങ്ങനെയാ? എന്ത് പറഞ്ഞ? ആഹാ, ദൈവത്തിന്റെ സൗജന്യ നീതി, വിശ്വാസ നീതി അബ്രഹാമിനോട് വെളിപ്പെടുത്തി കൊടുത്തിട്ടും
അതിനകത്തേക്ക് ജനങ്ങൾ അടുത്തു വരാതെ സ്വയമീതിയിലേക്ക് അവർ നിന്നതുകൊണ്ട് ദൈവം അത് തന്നെ അവർ കൊടുത്തിടയായിരുന്നു. അതാണ് മോശ മുഖാന്തരം കൊടുത്ത 10 കൽപ്പന. അത് ദൈവം സന്തോഷത്തോടെ കൊടുത്തതായിരുന്നു അല്ല. അതിന്റെ ആകത്തുക എന്തായിരുന്നു? ചെയ്യുന്നവൻ ഇതിനാ ജീവിക്കും. 10 കൽപ്പനകൾ കൊടുത്തിട്ട് പറഞ്ഞു, നീ ചെയ്തോ എന്നിട്ട് നിനക്ക് എന്റെ സന്നിധി എന്ത് ചെയ്യാം? നീതീകരണം പ്രാപിച്ചോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവരെ ഈ കൽപ്പന ഏറ്റുവാങ്ങിയത് സ്വന്തം. അത് ദൈവം സന്തോഷത്തോടെ കൊടുത്തതല്ല. ദൈവത്തിന്റെ നീതി മുഴുവനുമായ നിലയിൽ നിവർത്തിക്കുവാൻ വീണുപോയ മനുഷ്യന് കഴിയില്ല എന്ന് ദൈവത്തിനറിയാം. പക്ഷെ മനുഷ്യൻ അത് ഗ്രഹിച്ചില്ല. പിന്നെ ദൈവം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്തിനാ ദൈവം ഈ നിയമം കൊടുത്തത്? ദൈവം നിയമം കൊടുത്തത് നീ പറയുന്നതായ ഈ നിയമം അനുസരിക്കുവാൻ നിനക്ക് കഴിയില്ല എന്ന് ദൈവത്തിന് അറിയാമെങ്കിലും മനുഷ്യനറിയും. മനുഷ്യനെ അറിയുന്നതിന് വേണ്ടിയാണ് ദൈവം. അല്ലാതെ അത് മുഖാന്തരമായിട്ട് അവന് ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സ്ട്രഗിളുണ്ട്. റോമലേഖനം 7-ാം അധ്യായത്തിന്റെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ എന്ത് ചെയ്യുന്നു? അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ്? ഈ നിലവിളിയാണ് ന്യായപ്രമാണത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഒരു നല്ല മനുഷ്യൻ എന്ത് പറയണം? ഈ 10 പ്രമാണം അതിന്റെ നിലയിൽ ജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് ഒക്കുമോ? അതെന്താ മാഷെ അങ്ങനെ ഒക്കാതെ? 9 വരെ നിനക്ക് ഒരു പക്ഷെ പിടിച്ചു നിന്നാൻ പറ്റും. 10ാമത്തെ എന്താ പറയാൻ അറിയാമോ? മോഹിക്കരുത് എന്നുള്ളതാണ്. എന്ത് മോഹിക്കരുത്? ഒന്നും പോയി നിനക്കുള്ളത്, സഹോദരനുള്ളത്, അയൽക്കാരുള്ളത് എന്ത് ചെയ്യരുത്? നീ മോഹിക്കരുത് എന്ന പ്രമാണം തന്നപ്പോൾ ആ പ്രമാണം എന്നിൽ അനവധിയായ മോഹങ്ങളെ ഉളവാക്കിയെന്നാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത്. കേട്ടോ, സൗഖ്യത്തിന് വേണ്ടി കൊടുത്തത് എന്ത് ചെയ്തു? രോഗത്തിന് കാരണമായി. സൗഖ്യത്തിന് വേണ്ടി കൊടുത്തതാണ്, പക്ഷെ അത് എന്ത് ചെയ്തിരിക്കുന്നു? അപ്പൊ ഇത് അറിയാതിരുന്നിരുന്നെങ്കിൽ മോഹം പാപമാണെന്ന് എന്നെ അറിയിക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. പക്ഷേ അത് എന്നിൽ വേറൊരു കാര്യം ജനിപ്പിച്ചു. എന്താണ്? അനവധിയായ മോഹങ്ങളെ എന്നിൽ ജനിപ്പിക്കുവാൻ ആ കൽപ്പന പ്രധാനമായി തോന്നി. പിന്നെ ന്യായപ്രമാണത്തിന് വേറെ ഒരു കുഴപ്പമുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിൽ ഒന്നിൽ തെറ്റിയാൽ എല്ലാവരും തെറ്റിയെന്ന് ദൈവം വിളിക്കുന്നു. അത് നിങ്ങൾ വായിച്ചു. ഒരു അത്ര ഫിഗറായിട്ട് സാധ്യതയില്ല. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10ാമത്തെ ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഈ 10 എന്ത് ചെയ്യണം? 10 90% പാലിച്ചാൽ 100% പാലിക്കണം. അത് മനുഷ്യനെ കൊണ്ട് സാധ്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജനവും ദൈവത്തിന്റെ സന്നിധിയിൽ. പൗലോസിന്റെ കൺക്ലൂഷനാണ് റോമലേഖനം 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ. ഈ ന്യായപ്രമാണം പ്രവർത്തിച്ച് രക്ഷപ്പെടാൻ അത് ഒക്കത്തില്ല, നിന്നെ കൊണ്ട് കഴിയുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആരാണ് രക്ഷിക്കുന്നത്? ഇതാണ് ന്യായപ്രമാണത്തിലൂടെ നീതീകരണം പ്രാപിക്കുവാൻ മനുഷ്യന്റെ അവസാനത്തെ നിലവിളി. ഇതായി സകലത്തെയും അറിയുന്ന ദൈവം മനുഷ്യനെ കേൾക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാകുന്നില്ലല്ലോ. പക്ഷെ ഇത് സർവജ്ഞാനിയായിരിക്കുന്ന, ഓൾ നോയിങ് ആൻഡ് ഓംനിപോട്ടന്റ്, സർവവ്യാപിയായിരിക്കുന്ന ഈ ദൈവത്തിന്റെ കണ്ണിൽ നിന്നിയത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ പോലും ദൂരത്ത് ഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വീണുപോയ മനുഷ്യന്റെ അവസ്ഥയിൽ നിന്നും നീതിമാനാകാൻ കഴിയും. നീ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നല്ലവണ്ണം നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ
ഇത് ദൈവം എന്നെ കുറിച്ച് അറിയുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ പറയണം, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ പാപത്തിൽ അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആരാധന രക്ഷിക്കും. അതിൽ നിന്ന് കടന്നു വരുന്നൊരു നിലവിളിയുണ്ട്, ഒരു രക്ഷകനെ എനിക്ക് വേണമെന്ന്. ന്യായപ്രമാണം യുഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 1500 വർഷമാണ് ന്യായപ്രമാണം വാണത്. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ ദൈവം കൊടുക്കുന്ന സുല്ലിടണം. ഒരിടം പറയരുത് എനിക്ക് ഞാൻ ജനിക്കുന്നത്. സകല മനുഷ്യരും കുറ്റക്കാരനായി മാറി നിൽക്കുമ്പോൾ ദൈവം തന്റെ നിത്യജ്ഞാനത്തിൽ ഒരുക്കിയെടുത്ത പദ്ധതിയാണ് വിശ്വാസത്താലുള്ളതായ നിരീകരണം. അത് ദൈവം എന്ത് ചെയ്തു? സൗജന്യമായി ജനങ്ങൾക്ക് കൊടുക്കാൻ. അത് എതിലൂടെയാണ് ഒരുക്കിയത്? തന്റെ ഏകജാതനായ പുത്രനിലൂടെയാണ്. ഒരു ഭാഗ്യം കൊടുത്ത് അതിനൊക്കെ രക്ഷപ്പെടാൻ കഴിയാതെ സകലയും നിൽക്കുമ്പോൾ ദൈവം തന്റെ നിത്യജ്ഞാനത്തിൽ ഒരുക്കിയെടുത്ത പദ്ധതിയായിരുന്നു എന്ത്? തന്റെ പുത്രനിലൂടെയുള്ള രക്ഷ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-3 വാക്യം വായിച്ചു. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ പാപജനത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ആ ജനത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തിനുള്ളതായ ബലഹീനത നിമിത്തം അല്ലെങ്കിൽ വീണുപോയ മനുഷ്യന്റെ നിമിത്തം എന്ത് ചെയ്യുന്നു? അവന് ദൈവത്തിന്റെ നീതി അതിന്റെ നിലയിൽ നിവർത്തിക്കുവാൻ അവൻ എന്ത് ചെയ്തില്ല? കഴിയുന്നില്ല. അവന് കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ പാപത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചിരിക്കുക. മലയാളത്തിൽ പറഞ്ഞിരിക്കും. ഞാൻ പറയുമ്പോൾ അതൊന്നുകൂടെ മനസ്സിലാക്കാൻ പറയും. ആ ജഡത്തിൽ ശിക്ഷ എന്നിട്ട് ദൈവത്തിന്റെ നീതിയെ ഒന്ന് ഉണ്ടാക്കി. കരുണാസമ്പന്നനായ ദൈവം നമ്മളെ സ്നേഹിച്ച നിങ്ങളെ വരപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഈ മഹാസ്നേഹം? ഇത് പറയുമ്പോൾ നമ്മൾ ഒരു നിമിഷം കൂടെ പുറകോട്ട് പോകണം. എങ്കിലും മനസ്സിലാക്കും, നമ്മുടെ കർത്താവ് സൃഷ്ടിച്ച ഉപവായുവൊന്നും അവനെ കൂടാതെ ഇതെല്ലാം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ അത് അടുത്തുണ്ടായിരുന്നു. തന്റെ ഏകജാതനായ പുത്രൻ തന്നോടുകൂടിയായിരുന്നു. അവന്റെ പ്രബോധം അതല്ലാതെ അവൻ തന്റെ മടിയിൽ പ്രബോധിച്ചുകൊണ്ടിരുന്നതാണ്. യശയാപ്രവാചകൻ ആ ദർശനത്തെ കുറിച്ച് കാണുകൊണ്ടിരിക്കുകയാണ് കാണുകൊണ്ടിരിക്കുന്നത്. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. രണ്ടുകൂടെ മുഖം കൂടി, രണ്ടുകൂടെ പാദം പറിച്ച്, രണ്ടുകൂടെ പറന്നുകൊണ്ട് ഇസ്രായേലിനെയും പരിശുദ്ധത്തെ യാതൊന്നുമില്ലാതെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ സ്വർഗീയ മതങ്ങളെല്ലാം വെടിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിക്കുന്നു ഈ സ്വർഗീയ ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പിതാവ് പറയുകയാണ്, ഈ ജനത്തിന് ഈ നീതി നിവർത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആരെ പുത്രൻ സ്വമേധയ മുന്നോട്ട് കടന്നതിന് ശേഷം പറയുകയാണ്. അപ്പോൾ ഒരു നിമിഷം വായിക്കണം. ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തോടുള്ള സമത്വം മുഴുവൻ പിടിച്ചുകൊള്ളേണ്ടെന്ന് വിചാരിക്കാറാണ്. ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങി തന്നെ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ദൈവത്തിന്റെ പുത്രൻ, പിതാവിനോട് ഒരുമിച്ചിരുന്ന തന്റെ മഹിമ സന്നിധിയിൽ വലത്തുഭാഗത്തിരുന്ന തന്റെ പുത്രനെ നമ്മുടെ പാപത്തിന്റെ പരിഹാരമാകുന്നതിന് വേണ്ടി ന്യായപ്രമാണം പറഞ്ഞ് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ പാപത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം എന്ത് ചെയ്തു? അയച്ചു. എന്റെ പിതാവിനെ അയച്ചിരിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ അപ്പൊ ഇവിടെ നമ്മൾ ഈ മനുഷ്യാവതാരം അല്ലെങ്കിൽ ജനാവതാരം എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കർത്താവിനെ നമുക്ക് കാണേണ്ട ആവശ്യമാണ്.
അവിടെയാണ് യെശയ്യാ പ്രവാചകൻ കാണുന്നത് എഴുതിയിരിക്കുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാവം പറിച്ച്, 2 കൊണ്ട് മറന്നുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആരാധന സ്വീകരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പുത്രനാണ് സ്വർഗീയ മഹിമകൾ മുഴുവൻ ഒഴുകി വെച്ചതിന് ശേഷം when the fullness of time come, God sent his son, born of a woman, born under the law. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി നിയോഗിച്ചയച്ചു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ എന്താണ് വായിച്ചത്? കല്യാണം അമ്മ. നമുക്കത് ചെയ്യാൻ ഒക്കുന്നില്ല. മനുഷ്യൻ വീണുപോയ മനുഷ്യൻ ചെയ്യാൻ ഒക്കുന്നില്ല. അവൻ നിലവിളിക്കാണ്, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിലധികമായി ശരീരത്തിൽ എന്നെ ആരാണ് രക്ഷിക്കുന്നത്? പരീക്ഷൻ പറയത്തില്ല. ഒരു നല്ല ദൈവത്തിന് ഭയമുള്ള മനുഷ്യനെ പറയും. അതാണ് പരീക്ഷന്മാരുടെ കർത്താവുമായി വെള്ളമേറ്റ അന്നത്തെ കാലത്തെ പരിശുദ്ധന്മാരായിരുന്നു അവര്. അവര് കടുകിലും ഒരു ഉപ്പിനും ദശാംശം മാറ്റി വെച്ച് കൊടുക്കുന്നത് അക്ഷരത്തിലാണ്. പക്ഷേ മനുഷ്യൻ പുറത്തു നോക്കുന്നു ദൈവമോ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തത വരുത്തുന്നതിന് വേണ്ടി കരുണാസമ്പന്നനായ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ പുത്രനെ പാപമില്ലാത്തവനെന്നും പാപം അറിയാത്തവനെന്നും പാപം ചെയ്യാത്തവനെന്നും പൗലോസും പത്രോസും യോഹന്നാനും ഈ 3 കാര്യങ്ങളാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. അവനിൽ അവൻ പാപം ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ കടികാരം കടന്നു വന്നു കഴിഞ്ഞു. ആ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്തു, അവനെ ലോകത്തിലേക്ക് അയച്ചു. നടക്കാനിരുന്നല്ല അവസരം പോലും നമ്മുടെ കർത്താവ് സ്വർഗത്തിലെ സകല മഹിമകളും അവൻ മാറ്റി വെച്ചു. വേഷത്തിൽ മനുഷ്യനെ കൊടിയായി മക്കൾ ജലരക്തങ്ങളോട് കൂടിയവനായിട്ടുള്ള അവന് ജലരക്തങ്ങളോടുകൂടി ആകുവാൻ ആവശ്യമുള്ളവനായിരുന്നു. ഈ ജലത്തിൽ വെളുത്ത് എനിക്ക് തത്തുല്യമായി നിലയിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ് 33 വയസ്സ് വരെ താൻ നീതി ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് നിയോഗിച്ചയച്ചിരിക്കുന്നത്. ആ ന്യായപ്രമാണത്തിന്റെ നീതി എന്ത് ചെയ്തു? മുഴുവൻ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് പിതാവ് ഒരു സാക്ഷ്യം അവനെ കുറിച്ച് പറഞ്ഞു. ഇവരിൽ ഞാൻ 30 വർഷത്തെ ജീവിതത്തിന്റെ അന്തിൽ നിന്നുകൊണ്ട് ആ കടൽക്കരയിലേക്ക് ഇറങ്ങാൻ വെള്ളത്തിലോട്ട് വാങ്ങുവാൻ വേണ്ടി പോകുന്നു. ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, പരിശുദ്ധാത്മാവ് പ്രാവത്വം പോലെ ഇറങ്ങി വരുന്നതിന് മുൻപ്, അഭിഷേകം ചെയ്യുന്നതിന് മുൻപ് പിതാവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോട് ഏറ്റുവാങ്ങാൻ ഇടയായി. അത് കഴിഞ്ഞതിന് ശേഷം തന്റെ ജീവിതയാത്രയ്ക്ക് അങ്ങോട്ട് കടന്നുപോയി. നമുക്ക് തുല്യമായി എല്ലാം ചെയ്യും. ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ Christ is the end of the law for righteousness. ന്യായപ്രമാണം പറഞ്ഞത് നമ്മൾ മനുഷ്യന് ചെയ്യാനൊത്തില്ല. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? അത് മുഴുവൻ നിവർത്തിച്ചു. പിതാവ് പറഞ്ഞു, ആ ക്രിസ്തുവിലൂടെ ഉണ്ടാക്കിയെടുത്ത നീതി, ആ നീതി ലോകത്തിന് സൗജന്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം. ഇന്ന് നമ്മൾ ഇതാണ് എന്റെ രഹസ്യം. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ കൊണ്ട് ഇന്ന് ജനം ഇങ്ങനെ നീതീകരിക്കപ്പെടാൻ ഇന്നും നിൽക്കുക. ന്യായപ്രമാണം വെളിപ്പെട്ടിട്ടില്ല. സൂത്രം എന്താ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത നമുക്ക് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? ഈ വിലപ്പെട്ട സത്യം നമ്മുടെ തലയിൽ, നമ്മുടെ ഹൃദയത്തിൽ ശോഭിക്കുവാൻ ഈ വിലപ്പെട്ട മാർഗം എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു, ശിശുക്കൾക്ക് ദൈവം ചെയ്തു. ആ ദൈവത്തിന് നന്ദി പറയട്ടെ. ദൈവം പറയുകയാണ്, അവനെ കൈക്കൊണ്ടു അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാകുവാൻ. ഇന്ന് ഞാൻ ദൈവസ്ഥലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എങ്ങനെയാണ് കടന്നു ചെല്ലുന്നത്? ഞാൻ പൗലോസ് പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണത്തിലെ വാക്യം
ന്യായപ്രമാണത്തിൽ നിന്നുള്ള പ്രവൃത്തിയിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതി അല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി കൊടുക്കുന്ന നീതി തന്നെ ഞാൻ പ്രാപിച്ചിരിക്കുന്നു. കേട്ടോ? ഇന്ന് ഞാൻ തീരുമാനമായത് ദൈവത്തിന്റെ സ്ഥലം ഞാൻ തീരുമാനമാകുന്നതിന് വേണ്ടി ഇമാജിനേഷൻ നോക്കില്ല. അവിടേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ നമ്മളെ നോക്കിയിട്ട് എന്താ പറയുന്നത്? നമ്മളെ അവൻ കാണുന്നു. സൗജന്യമായി തന്റെ പുത്രനിലൂടെ കൊടുത്തിരിക്കുന്ന ആ നീതി എന്ന അങ്കിയാണ് എന്തിരിക്കുന്നത്? നമ്മൾ ഉടുത്തോണ്ടാണ് കടന്നു പോകുന്നത്. സ്വയരീതിക്കാരനാണ് ദൈവത്തെ. ഈ പരിശുദ്ധാണ് കുഴപ്പമില്ല. അവരെ പോലെ ഇത്രയും ഡീസന്റായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ആ തലമുറയില്ലായിരുന്നു. ഒരു ദോഷവും ചെയ്യത്തില്ല. 10 കടുക് കിട്ടിയാൽ അതിന് 1 എടുത്ത് മാറ്റി വെച്ചു. നിയമം അതിന്റെ നിലയിൽ നിവർത്തിക്കുന്നവരാണ്. പക്ഷെ കർത്താവ് അവരെ നോക്കി പറഞ്ഞ് എന്ത് ചെയ്തിരിക്കുന്നു? നീ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, നിന്റെ ഹൃദയം എന്താ? ന്യായപ്രമാണത്തിന്റെ ഘനമേറിയവർ എന്ത് ചെയ്യുന്നു? പള്ളിയിൽ ആരാധിക്കാൻ വേണ്ടി കൊണ്ടിരുന്ന ബിസിനസിന്റെ കർത്താവ് എന്റെ ആലയം എന്താന്ന് പറയുന്നത്? പ്രാർത്ഥന. നിങ്ങൾ അതിനെ അതിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ സാധാരണ കടയിൽ ആടിനെ കഴിക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കരുത് ലോകത്തിൽ എല്ലാവർക്കും ഒരു ദേവാലയം മാത്രമേ അവിടെയുള്ള യേശുവില്ലേ. അവരെല്ലാവരും വരണം. വർഷത്തിൽ ഒരിക്കൽ മസ്റ്റായിട്ട് വരണം. 21 വയസ്സിന് മേലെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കണം. സാധാരണ 3 പ്രാവശ്യം ജന്മം നിയമം പോട്ടെ, 1 പ്രാവശ്യം മസ്റ്റായിട്ട് തിരിയും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ മാനുഷികമായ ആ നിയമത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇവരെങ്ങനെ ആശുണ്ടെന്നറിയാമോ? ഗുണമില്ലാത്ത ആടിനെ വേണ്ടായ കുട്ടിയല്ല. ആടിനെ പിടിച്ചുകൊണ്ട് വരും. ബിസിനസ് കള്ളന്മാരുടെ ഉപയോഗം പറയണം. ഒരാടിനെ പിടിച്ചു കഴിയുമ്പോഴത്തേനും അവരുടെ മഹാപുരു അതിന്റെ പുരോഹിതന്മാരെ എല്ലാം ചെക്കി, ആടിനെ ചെക്കി എന്നിട്ട് പറയും അതിന് എന്തെങ്കിലും ഒരു കുഴപ്പമാണ്. ഇവർ കാണിക്കും. എന്നിട്ട് പറയും ഇത് യാഗത്തിന് പറ്റത്തില്ല, വേറെ ഒന്നിനെ ഇതെന്ത് ചെയ്തില്ല. അപ്പൊ ഇവര് പറയും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങള് ഈജിപ്തിന് വന്നവരാണ്, വീട് വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അവരോട് ചെന്ന് അതിന്റെ ചെലവുകൾ കൊടുത്തേക്കണം പറയും. അപ്പൊ അവരോട് എന്തെങ്കിലും ചെയ്യും? അവർ പറഞ്ഞിരിക്കുന്ന ആളാണ് എന്ത് ചെയ്യണം? അവരുടെ ആളാണെങ്കിൽ ഈ ആടിനെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചെങ്കിൽ അതിന് മുന്നില്ല. പക്ഷെ ഈ ആള് സാധാരണ അങ്ങോട്ട് കടന്നു ചെന്നിട്ട് അത് അവിടെ നിൽക്കുക. എന്നിട്ട് ഈ സാധുക്കൾ കഴിഞ്ഞ് പിന്നെ $50 എക്സ്ട്രാ മേടിക്കും. ഇതായിരുന്നു കടമാട്. ഇതാരാ ചെയ്യുന്നത്? പരീക്ഷന്റെ അനുവാദത്തോടു കൂടിയായിരുന്നു ചെയ്യുന്നത്. ഇത് കണ്ട കർത്താവിന്റെ ഹൃദയത്തിൽ അതായിരുന്നു. കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ റിയാലിറ്റി എത്തില്ല. ഇതാണ് ന്യായപ്രമാണത്തിനുള്ള എന്റെ സ്വന്തം നീതി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ അവിടെ എന്ത് വേണം? അനുസരിച്ച് നടന്നാൽ. അങ്ങനെയാണ് ആ കൽപ്പന കൊടുക്കുമ്പോൾ. ആദ്യത്തെ കൽപ്പന കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? പിതാവായ ദൈവവും മനുഷ്യന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കുന്ന മോശയും ഇവർ തമ്മിലാണ്. മനുഷ്യനുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവം മനുഷ്യനോട് നിയമം ചെയ്യുക. ഈ പറയുന്നത് എല്ലാം നീ അനുസരിച്ച് ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ എബ്രായലേഖനത്തിൽ വാക്യം കാണുന്ന സ്തോത്രം, ഒന്നാമത്തെ നിയമത്തിന് കുറവുണ്ടായതുകൊണ്ട് ഒന്നാമത്തതിനെ നീക്കിയിട്ട് അവർ എന്ത് ചെയ്തു? രണ്ടാമത്തതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ രണ്ടാമത്തെ നിയമം ഏതാ നിയമമാണ്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തിന് കൊടുത്തിരിക്കുന്ന നിയമമാണ്. ആ നിയമത്തിനകത്ത് ഒന്നാമത്തെ നിയമം നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്ന നിയമമായി. അതിന്റെ മധ്യസ്ഥൻ ആരായിരുന്നു? മോശ. എന്നാൽ രണ്ടാമത്തെ നിയമം ആരുമായിട്ടാണ്? ഒരാളെങ്കിലും പറഞ്ഞു, ഒരാൾ പോലും മറന്നാക്കുന്ന സമയം ഞാൻ ഒരുപാട്. രണ്ടാമത്തെ നിയമം പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും തമ്മിലാണ് നിയമം. ആ നിയമത്തിനകത്ത് എന്തില്ല? കുറവുകളില്ല,
ഇൻവിറ്റേഷൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ നിയമത്തിനകത്ത് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ അവസാനമായി പറയുന്നത് ദൈവം എന്ത് വിശ്വസിക്കുന്നവരെ എന്ത് വിശ്വസിക്കുന്നവർക്ക് അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ എന്നെ നീതിമാനാക്കിയത് എങ്ങനെയാണ്? ഞാൻ എന്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ഞാൻ വിശ്വസിച്ച് ജീവിതത്തെ പ്രാപിക്കുന്നത്. ഞാൻ വിശ്വസിച്ച് പ്രവൃത്തിയല്ലാത്ത കാലമായി ഒന്നാമത്തേതിന് പ്രവൃത്തിയായിരുന്നെങ്കിൽ രണ്ടാമത്തേതിന് എന്തായിരുന്നു ആവശ്യം? വിശ്വസിച്ച് ദൈവത്തിൽ ഇതിലും ലഘുവായിട്ട് പിതാവായ ദൈവത്തിന് എന്തെങ്ങനെ കൊടുക്കാനുണ്ട്? വിശ്വസിക്കുന്നത് ഇത്ര വലിയ ഭാഗമുള്ള കാര്യമാണ്. നമ്മുടെ കർത്താവ് കാൽ വിരിച്ചെഴുതിയിരിക്കുന്ന വിലപ്പെട്ട സത്യം വിശ്വാസത്താൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. No longer I live, but Christ liveth in me. ഇന്ന് ഞാൻ ദേശത്തിലേക്ക് കടന്നിരുന്ന അവസരത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് വലിയ കാട്ടിയുള്ള കാര്യമാണ്. മരുഭൂമിയിലൂടെ ആ ജനങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഒരു പിച്ചർ സർപ്പം കഴിച്ച് അതൊക്കെ തിരിച്ചുകൊടുത്തു. ഒരു പിച്ചർ സർപ്പത്തെ മോശം അവിടെ ഉള്ളു. എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്താൽ മതി? നോക്കി. അത് വലിയ കാട്ടിയുള്ള കാര്യമാണ്. പാമ്പ് കടിയായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല. നോക്കാം അത് ഏത് സ്ഥലത്താണ് നോക്കാം. ചിലര് പറയുന്നത് അവൻ ആ പുള്ളി ഉയർത്തിയ പിച്ചർ സർപ്പത്തെ നോക്കിയിട്ട് എനിക്ക് എന്ത് വേണ്ട. ഇതാണ് മനുഷ്യൻ. മനുഷ്യന്റെ സ്വയനീതിയുടെ ഗ്രാവിറ്റി അത്ര നിൽക്കുകയാണ്. ദൈവം സൗജന്യമായി കൊടുക്കുക. പുതിയ നിയമത്തിന്റെ ആകത്തുകയുമാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നു എന്നും അവൻ ഈ ലോകത്തിൽ 33 വയസ്സ് വരെ ജീവിച്ചു എന്നും അവൻ മരിച്ചു എന്നും അവൻ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നും ചരിത്രം പറയുന്നതെങ്കിലും ഒന്ന് വിശ്വസിച്ചു. നമ്മൾ കണ്ടിട്ടില്ല. വളരെ സത്യമാണ്. കണ്ടിട്ടില്ല. ചരിത്രമില്ല. പീലാത്തോസ് എന്നൊരു മനുഷ്യൻ അവിടെ ജീവിച്ചിരുന്നോ? ജീവിച്ചിരുന്നോ? ചരിത്ര റോമൻ ഹിസ്റ്ററി പറയണ്ടേ? അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറയാൻ നെഹ്റുവിനെ കണ്ടത് എത്ര പേരുണ്ട്? നെഹ്റു നമുക്കറിയില്ലേ? പോട്ടെ. ഗാന്ധിജിയെ കണ്ടത് എത്ര പേരുണ്ട്? അതുകൊണ്ട് ഞാൻ ഗാന്ധിജിയെ വിശ്വസിക്കുന്നു പറയുന്നത് ശരിയല്ല. പറയും. ചരിത്രം സാക്ഷി. മക്കളെ, ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ ദിവസവും AD എന്നും BC എന്നുള്ളവർ കണക്കുണ്ട്. നമ്മൾ 1900, 2000, 2025 ഇതൊക്കെ കർത്താവുമായിട്ട് കണക്കാണ്. ഈ കർത്താവിനെ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ പാപത്തിന്റെ കലവറതമല്ല. കർത്താവ് സൗജന്യമായി ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നീതി, യേശു ക്രിസ്തുവിലൂടെ ഒരുക്കി തന്നിരിക്കുന്ന ദൈവത്തിന്റെ സൗജന്യ നീതിയെ നമ്മുടെ ഹൃദയത്തോളം വിശ്വസിച്ച് അടുത്ത് ചെല്ലുവാൻ കഴിയാതിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിന്റെ ഒരു വാക്യമുണ്ട്. സ്തോത്രം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ നീതീകരിച്ച ജീവരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്ത എത്ര കഠോരമായി ശിക്ഷയ്ക്ക് നിങ്ങൾ പാത്രമുതലാണ്. ഇത് നമ്മൾ ശിക്ഷിക്കുമ്പോൾ ലോകം ശിക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്റെ പാപത്തിന്റെ കടന്നത്. ദൈവത്തിനെ നീ ചവിട്ടി കളഞ്ഞതുകൊണ്ടാണ്. ദൈവത്തിന് സഹിക്കുക കേട്ടോ. തന്റെ പുത്രനെ ചവിട്ടിക്കളയുന്നവനെ അവനെ അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഈ കർത്താവിനോട് ഒരുക്കിയെടുത്ത ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കി കടന്നു പോകരുത്. വിശ്വസിച്ച് ഏറ്റു പറയുവാൻ കർത്താവ് നൽകി തന്ന ഭാഗ്യത്തിനായി ഇത് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം. ഇത് ഓർക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിന് നന്ദി കരയുന്നത്. ഓരോ ദൈവത്തിന്റെ എന്ത് ചെയ്യണം? ഞാൻ I am the righteousness of God in Christ Jesus. ക്രിസ്തുയേശുവിൽ ഞാൻ ദൈവത്തിന്റെ നീതിമാനാണ്. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് കഴിയുമ്പോൾ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം. ഞാൻ വർഷങ്ങളായി ഞാൻ മനസ്സിലാക്കി പാപത്തെ കുറിച്ചും ലോകത്തിന് പാപത്തെ കുറിച്ചും
ദൈവമക്കൾക്ക് നീതിയെ കുറിച്ച്. ലോകത്തിന് അവൻ പാപത്തെ ഇതിന്റെ ഏറ്റവും വലിയ പാപം സൗജന്യമായി കർത്താവ് നിത്യരക്ഷയെ നീ നോയെന്നവരെ മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും വലിയ പാപം. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ you are the righteousness of God in Christ Jesus. ഇത് നമ്മൾ എപ്പോഴും പറയും. പിശാച് നമ്മളോട് പറയും, ഈ ജഡം നമ്മളോട് പറയും നീ കുറ്റക്കാരനാണ്, പാപിയാണെന്ന്. നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾ നീതീകരിച്ചു കഴിഞ്ഞിരിക്കുക. ഈ നീതിയെ നീ പിടിച്ചുകൊണ്ട് ഓടിക്കണം. എന്ത് പറഞ്ഞാൽ നീ അനുവദിക്കരുത്, സമ്മതിക്കരുത്. ഇതാണ് വിശ്വാസത്തിന്റെ നല്ല പോരെന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ നല്ല പോരെന്ന് പറയുന്നതല്ല, ഇവിടെയാണ് നിനക്ക് നീ തന്നെ നിന്നിലുള്ള ജഡം തന്നെ നിന്റെ ആത്മാവിനെതിരായിട്ട് നിൽക്കുക. അതുകൊണ്ട് പറയണം, കണ്ണുകൊണ്ട് കാണുന്നതല്ല, വിശ്വസിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അവിടെ മാത്രമേ ശത്രു എന്ത് ചെയ്യത്തുള്ളൂ, പരാജയപ്പെടുകയും. നമ്മുടെ പ്രവൃത്തിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ വീട്ടിൽ കളയും. എന്നാൽ കർത്താവിനോട് ദൈവം ലോകത്തിന് സൗജന്യമായി കൊടുത്ത ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിക്കുന്നെങ്കിൽ ശത്രു അവിടെ പരാജയപ്പെടും. ഈ നീതി നീ ഒരു 10 ദിവസം ഒന്ന് വാഴാൻ ആരംഭിച്ചു. Those who receive the gift of righteousness and the abundance of grace shall reign in life. ജീവനിൽ വാഴും. റോമലേഖനം 5:17 വാക്യത്തിൽ അതുകൊണ്ട് വായിച്ച് ഞാൻ നിർത്താം. എന്നാൽ those who receive the gift of righteousness and the abundance of grace. Yes. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക മുഖാന്തരം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏറ്റവും അധികമായി ജീവനിൽ വാഴണമെങ്കിൽ സൗജന്യമായി നൽകിത്തന്ന ക്രിസ്തുവിനോട് നമുക്ക് നൽകിത്തന്ന സ്വർഗീയ നീതിക്കകത്ത് നമ്മൾ. അപ്പൊ നമുക്ക് പിശാച് നമ്മളെ വന്നിട്ട് നീ ഇന്നലെ അത് തെറ്റി, നീ അത് തന്നെ എന്നാൽ ഞാൻ നീതിമാനായത് എന്റെ പ്രവൃത്തിയുണ്ട്. പ്രവൃത്തിയാണോ നീതിമായിരുന്നു ന്യായപ്രമാണം. എന്നാൽ ഇവിടെ നീതീകരണത്തിന്റെ ആധാരം പ്രവൃത്തിയല്ല, വിശ്വാസം. ലോകത്തെ ജയിച്ചിരിക്കുന്ന ജയമോ നിങ്ങളുടെ വിശ്വാസം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്തമായ ശക്തി. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ദൈവം ഇത് പ്രവർത്തിക്കുന്നെങ്കിൽ അറിയാമോ, വിശ്വസിക്കുന്ന നമ്മളിലൂടെയാണ്. അത് വിശ്വാസം എങ്ങനെ കണ്ടിരിക്കുന്നത്? വിശ്വാസം, നമ്മുടെ വിശ്വാസം ഒരു വ്യക്തിയാണ്. അത് നമ്മുടെ കർത്താവ്, അവൻ ദൈവപുത്രനായി മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്നു. എന്നിട്ട് അവൻ നമ്മൾക്ക് കഴിയാഞ്ഞതിനെ എല്ലാം അവൻ സാധിപ്പിച്ചു. എന്നിട്ട് ഒരുക്കിയെടുത്തതായ ആ സൗജന്യ നീതി ദൈവം നമുക്ക് സൗജന്യമായിട്ട് തന്നു. അത് ഞാൻ വിശ്വാസം പ്രാപിച്ചു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പാലിച്ചുകൊണ്ട് പോകുക. വിക്ടറി അവിടെ ആരംഭിക്കുക. പാപത്തിന്റെ വേരുകൾ അവിടെ കഴിഞ്ഞു. നിന്നെ ദാസനാക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ മേൽ വിജയാളിയായി മാറും. ഇത് നീ എപ്പോഴും പറയണം. ഞാനോ എന്റെ പ്രവൃത്തിയാണ് എന്റെ കർത്താവുകാരനിലൂടെ എനിക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട് ദൈവത്തിന്റെ നീതി. നമ്മളൊരു വാക്യങ്ങൾ വായിച്ചത് ഞാൻ നിർത്തട്ടെ. റോമാലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യങ്ങൾ. അവന്റെ കൃപയാണ് ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത്. ഒരു മണിക്കൂറിന്റെ പ്രസംഗമാവാം എങ്കിലും അതൊന്നും മനസ്സിലാകുന്നുള്ളൂ. ഇത് എഴുതിയത് ഗ്രീക്കിലല്ലേ, അതിനെ എല്ലാവരും വ്യാപിച്ചു വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞു പോകെ എന്താണ് വാക്യം ഒന്നും ശരിയായിട്ട് വായിച്ചു. അവന്റെ കൃപയാ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവങ്ങൾ ഈ വിലപ്പെട്ട സത്യം ഗ്രഹിക്കുവാൻ
നമ്മുടെ കാത് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. പണ്ഡിതന്മാർക്ക് പറഞ്ഞിരിക്കുന്നു, അവർക്കിത് ദഹിക്കത്തില്ല, എന്നാൽ നമുക്ക് ഇത് ദഹിക്കുവാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാൻ ഇടയായി. സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്. നമുക്ക് പറയാൻ എന്താണ്? കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഓരോന്നായി നീ ഞങ്ങളെ നിലയ്ക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കിരീടമെല്ലാം എടുത്ത് കുഞ്ഞാടിന്റെ പാദപ്പെടുത്തി പോവുകയാണ്. ഇതാണ് സ്വർഗ്ഗത്തിന്റെ നീ യോഗ്യൻ, നീ യോഗ്യൻ, ഇത് ഞങ്ങൾക്ക് നീ സമ്പാദിച്ചു തന്നതാണ്. സ്തോത്രം. ഞാനൊന്നും അധ്വാനിച്ചില്ല, ഇത് ഫ്രീയായിട്ട് സൗജന്യമായിട്ട് ദൈവം ലോകത്തിന് കൊടുത്തു. അത് വിശ്വാസത്താൽ കാണുവാൻ പ്രാപിപ്പാൻ എനിക്ക് ഭാഗ്യം. നമ്മുടെ ഹൃദയത്തിൽ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ ഹൃദയത്തെ തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് വേണ്ടി, തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ ഹൃദയത്തെ എതിർക്കുന്നു. ദൈവങ്ങളെ നമ്മുടെ ഹൃദയത്തിന്റെ തെറ്റി പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് എല്ലാവരും നമ്മുടെ കർത്താവിന് നന്ദി പറയും. പ്രവർത്തിച്ചാൽ